ഹായ് ഒരുപാട് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ചാപ്റ്റർ എന്താണ് വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് റിവൈസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അല്ലേ. അപ്പോൾ ഈ പേരിലേക്ക് തന്നെ കിടക്കാം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലേ. ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വിച്ച് മീൻസ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുക, അതേപോലെ തന്നെ ഡയറക്ഷൻ പീരിയോഡിക്കലി റിവേഴ്സ് ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലേ. നമ്മൾ സാധാരണ ഒരു ബാറ്ററി വെച്ചിട്ട് ഒരു ബൾബൊക്കെ കത്തിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നോക്കിക്കോ അങ്ങനെ ഒരു ബൾബ് കത്തിക്കാൻ നോക്കുകയാണെങ്കിൽ കറണ്ട് എപ്പോഴും ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പം ഇത് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് ആയിരുന്നു അല്ലേ. ഓൾട്ടർനേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറണ്ട് എന്തായിരിക്കും അങ്ങോട്ട് പോകും ഇങ്ങോട്ടും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സോ അതിനാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പറയുക. സോ മാഗ്നിറ്റ്യൂഡും മാറും, അതേപോലെ തന്നെ പീരിയോഡിക്കലി ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. അതിനാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്നൊക്കെ നമ്മൾ പറയുക. സോ അതിനകത്ത് എന്തൊക്കെയാണ് നോക്കാനുള്ള വെച്ചാൽ ബേസിക്സ് ഓഫ് എ സി, എന്താണ് എ സി എന്നുള്ളൊരു ഐഡിയ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു ഐഡിയ വരും. പിന്നെ എ സി ത്രൂ ആർ സർക്യൂട്ടിലുള്ള എന്താണ് അപ്ലൈഡ് വോൾട്ടേജ്, ജനറേറ്റഡ് കറണ്ട്, അതേപോലെ തന്നെ ഫേസർ ഡയഗ്രാം, ഗ്രാഫ്, ഇത്രയും കാര്യങ്ങൾ നോക്കണം. എ സി ത്രൂ സി സർക്യൂട്ടിൽ നമുക്ക് ഇതേപോലെ തന്നെ അപ്ലൈഡ് വോൾട്ടേജ്, ജനറേറ്റഡ് കറണ്ട്, ഫേസർ ഡയഗ്രാം, ഗ്രാഫ്, അതേപോലെ തന്നെ എ സി ത്രൂ എൽ സർക്യൂട്ടിൽ ഇത്രയും കാര്യങ്ങൾ. പിന്നെ എ സി ത്രൂ എൽ സി ആർ സർക്യൂട്ട്, അതേപോലെ തന്നെ ട്രാൻസ്ഫോമർ, ഇത്ര കാര്യങ്ങളാണ് നമുക്കപ്പോൾ നോക്കാനുള്ളത്. അപ്പോൾ വേഗം തന്നെ നോക്കാം. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താടാ? ദ ഇലക്ട്രിക് കറണ്ട് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ് വിത്ത് ടൈം ആൻഡ് ഡയറക്ഷൻ റിവേഴ്സസ് പീരിയോഡിക്കൽ അല്ലേ. മാഗ്നിറ്റ്യൂഡ് നോക്കടാ, 0 എന്നൊരു പീക്ക് വാല്യൂ പോയി, പിന്നെ വീണ്ടും 0-ൽ എത്തി, പിന്നെ ഒരു നെഗറ്റീവ് പീക്ക് വാല്യൂവിൽ പോയി, പിന്നെ 0-ൽ പോയി. അപ്പോൾ ഇതിനെയാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുക അല്ലേ. നോക്കിക്കോ, കറണ്ട് ടൈമിനനുസരിച്ച് ഇങ്ങനെ വേരി ചെയ്യുന്നു. ഓക്കെ, ഇതിനാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുക. അപ്പോൾ ഐഡിയ മനസ്സിലായല്ലോ, കഴിഞ്ഞു. Electric current whose magnitude changes with time and direction reverses periodically is called alternating current. അപ്പോൾ എന്തായിരിക്കും alternating voltage? Voltage whose magnitude changes with time and direction reverses periodically is called AC voltage. പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഒരു ഫുൾ സൈക്കിൾ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഫുൾ സൈക്കിൾ ഓഫ് എ സി എടുക്കുകയാണെങ്കിൽ അതിലൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടെ ചേർന്നാണ് ഒരു സൈക്കിൾ ഓഫ് എ സി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, കഴിഞ്ഞു. ഇത്രയും കാര്യം ഓർത്ത് വെക്കാം. ഇനി ഇതാ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അതേപോലെ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന്റെ ജനറൽ ഫോം ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ തൊട്ട് മുന്നത്തെ പാഠത്തിൽ പഠിച്ചിരുന്നു. അതായത് നമ്മൾ എന്താണ് ജനറേറ്ററൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ എന്താണ് ജനറേറ്റർ നിങ്ങൾ തൊട്ട് മുന്നത്തെ പാഠത്തിൽ പഠിച്ച EMI പഠിച്ചല്ലേ, ആ ജനറേറ്ററൊക്കെ വെച്ചിട്ട് നമ്മൾ AC ജനറേറ്ററൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന EMF അല്ലെങ്കിൽ വോൾട്ടേജ് ആയിരുന്നു ഇതല്ലേ, V = V0 sin ωt. അപ്പോൾ ഇതാണ് AC വോൾട്ടേജിന്റെ ജനറൽ ഫോം, V = V0 sin ωt. അതേപോലെ തന്നെ കറണ്ടിന്റെ ജനറൽ ഫോം എന്താണ്, I = I0 sin ωt. സോ എന്താണ് V = V0 sin ωt, I = I0 sin ωt. ഇതാണ് ജനറൽ ഫോം അല്ലേ. ജനറൽ ഫോം മനസ്സിലായി. ഇനി V എന്താ I എന്താ നോക്കണം. എടാ VO IO എന്നൊക്കെ പറഞ്ഞ V or I എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ആണ്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് നോക്കിക്കോ, V എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ്, I എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു V0 I0 കാണുന്നുണ്ട്, അതെന്താണ് പീക്ക് വാല്യൂസിനാണ് സൂചിപ്പിക്കുന്നത്. നോക്കിക്കോ, പീക്ക് വാല്യൂ V0 പറഞ്ഞാൽ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ്, I0 പറഞ്ഞാൽ പീക്ക് വാല്യൂ ഓഫ് കറണ്ട്. ഓക്കെ അല്ലേ, കഴിഞ്ഞു. ഇനി ഒമേഗ എന്താണ്? ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസിയാണ്. T എന്ന് പറഞ്ഞാൽ ടൈമാണ്, ഇൻസ്റ്റന്റേനിയസ് ടൈം, ടൈം പീരീഡ് അല്ല, ഇൻസ്റ്റന്റേനിയസ് ടൈം, അതായത് ഈ വോൾട്ടേജ് അല്ലെങ്കിൽ ഈ കറണ്ട് വരുന്ന സമയം. ഓക്കെ, അപ്പോൾ T മനസ്സിലായി, ടൈമാണ്. പിന്നെ ഒമേഗ ടീനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഫേസ് ആംഗിൾ. ഒമേഗ ടീനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഫേസ് ആംഗിൾ. ഇനി വേണേൽ പറയാം ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ടൈം പീരീഡ് ആണ്, അല്ലെങ്കിൽ 2π × ഫ്രീക്വൻസി ആണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സോ ആ ഒരു സംഭവം കൂടെ ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഇനി നോക്കിക്കോ, ആവറേജ് ഓർ മീൻ വാല്യൂ ഓഫ് എ സി. ഒരു ഫുൾ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ആ സൈക്കിളിൻ്റെ ആവറേജ് കറണ്ട് അല്ലെങ്കിൽ ആവറേജ് വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞാൽ 0 ആയിരിക്കും. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ 0 എന്ന് തുടങ്ങി, പിന്നെ 1, 2, 3 അങ്ങനത്തെ വാല്യൂസ് വരെയാണ് പോയത് വിചാരിക്കും, പിന്നെ 2, 1, പിന്നെ അങ്ങനെ താഴത്തോട്ട് ഇറങ്ങിയിട്ട് പിന്നെ 0 എത്തുമല്ലേ. സോ ഇങ്ങനെ ആയിരിക്കും ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ വാല്യൂസ് വിചാരിക്കും. സോ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇതേ വാല്യൂസ് വരും. സോ ഒരു ആവറേജ് വാല്യൂ, ഒരു ഫുൾ സൈക്കിളിലെ ആവറേജ് വാല്യൂ എടുക്കുകയാണെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ നോക്കിക്കോ, AC is positive during the first half cycle and negative during the another half cycle. So the average value of AC over വൺ ഫുൾ സൈക്കിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ ശരിക്കും ഇവിടെ എന്താണ്, ഒരു എഫക്റ്റീവായിട്ടൊരു വോൾട്ടേജ് ഉണ്ട്, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് കറണ്ട് ഉണ്ട് അല്ലേ. എഫക്റ്റീവായ ഒരു വോൾട്ടേജും എഫക്റ്റീവായ ഒരു കറണ്ടും ഉണ്ട്. ഇനി ആ എഫക്റ്റീവായ വോൾട്ടേജും കറണ്ടും എത്രയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ആ എഫക്റ്റീവായ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് എന്താ, RMS വാല്യൂ. നോക്കിക്കോ, RMS വാല്യൂവിനെ വിളിക്കുന്ന പേരെന്താണ്? ഓൾസോ കോൾഡ് ആസ് എഫക്റ്റീവ് വാല്യൂ ഓഫ് AC. RMS വാല്യൂവിനെ വിളിക്കുന്ന പേരെന്താണ്? ഓൾസോ കോൾഡ് എഫക്റ്റീവ് വാല്യൂ ഓഫ് AC. സോ ഇവിടെ എഫക്റ്റീവ് വാല്യൂ ഓഫ് കറണ്ട്, അതേപോലെ തന്നെ എഫക്റ്റീവ് വാല്യൂ ഓഫ് വോൾട്ടേജ്, അല്ലെങ്കിൽ IRMS എന്താണ്, VRMS എന്താണ് അറിഞ്ഞിരിക്കണം. IRMS എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ആ പീക്ക് വാല്യൂ ഇല്ലേ, ആ പീക്ക് വാല്യൂ, ഈ പീക്ക് വാല്യൂ ബൈ √2 ചെയ്താൽ കിട്ടുന്ന സാധനമാണ്. അതായത് പീക്ക് വാല്യൂ നമ്മൾ എഴുതിയില്ല, പീക്ക് വാല്യൂ ബൈ √2 ചെയ്താൽ കിട്ടുന്ന സംഭവമായിരിക്കും ഈ RMS അല്ലെങ്കിൽ എഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ IRMS എന്ന് പറഞ്ഞാൽ I0/√2 ആയിരിക്കും. അതേപോലെ തന്നെ VRMS എന്ന് പറഞ്ഞാൽ V0/√2 ആയിരിക്കും. ഇനി ഇതിനെ വേണമെങ്കിൽ ഈ ഒരു ഫോമിൽ എഴുതാം, 1/√2നെ 0.707 എന്ന് വിളിക്കാൻ പറ്റും. സോ IRMS എന്ന് പറഞ്ഞാൽ I0/√2 ആണ്, അല്ലെങ്കിൽ 0.707 I0 ആയിരിക്കും. അതേപോലെ തന്നെ VRMS എന്ന് പറഞ്ഞാൽ V0/√2 ആണ്, 0.707 V0 ആയിരിക്കും. ഓക്കെ അല്ലേ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി എന്താണ് AC സോഴ്സ് നമ്മൾ എന്ത് ചെയ്യടാ, ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്ത് നോക്കുകയാണ്.
സോ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ്, ജനറേറ്റഡ് കറണ്ട്, അതേപോലെ തന്നെ ഗ്രാഫ്, ഫേസർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം. നോക്കോ, അപ്പോൾ എന്താ ഒരു എ സി സോഴ്സ് അപ്ലൈ ചെയ്തതാ, ഇതാണ് എ സി സോഴ്സിന് നമ്മൾ ഒരു സിമ്പിൾ കൊടുക്കുന്നത്. ഓക്കെ, ഇത് ആർക്ക് അക്രോസ് കൊടുത്തത്? ഒരു റെസിസ്റ്ററിന് അക്രോസ് ആണ് കൊടുത്തത്. സോ ഇവിടെ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എത്രയാണ്? V = V0 sin ωt ആണ്. ഇവിടെ ജനറേറ്റ് ചെയ്ത കറണ്ടും അതേ ഫോമിലാണ് വരുന്നത്, I = I0 sin ωt ആണ്. നോക്കിക്കോ, V = V0 sin ωt, I = I0 sin ωt. ഇനി I0 എന്ന് പറഞ്ഞാൽ എന്താടാ? പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ബൈ ഇവിടത്തെ റെസിസ്റ്റൻസ് ആണ്. ഇവിടുത്തെ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത് ഈ റെസിസ്റ്റർ ആണ് അല്ലേ? റെസിസ്റ്റർ ആണ് ഒരു മീൻസ് കൊടുക്കുന്നത്. സോ ആ ഒരു I0 എന്ന് പറഞ്ഞാൽ V0 ബൈ ഇവിടെ ഇയാൾ കൊടുക്കുന്ന ഓപ്പോസിഷൻ, അതിനെ റെസിസ്റ്റൻസ് എന്നാണ് വിളിക്കുക. സോ I0 = V0/R. പ്രശ്നമല്ലോ, I0 എന്ന് പറഞ്ഞാൽ V0/R ആണ്. പ്രശ്നമല്ലോ, ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കുക. ഇനി നോക്കിക്കോ, രണ്ടുപേരും sin ωt-ലാണ് അല്ലേ? അതായത് ഇവർക്കിടയിൽ ഫേസ് ഡിഫറൻസ് ഒന്നും ഇല്ല എന്നുള്ളത് ഓർക്കണം. നോക്കിക്കോ, സോ ഗ്രാഫിക്കലി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എന്താ വരിക? ഗ്രാഫിക്കലി ഒരേപോലത്തെ സൈൻ കർവാണ് വരിക, ഒരേപോലത്തെ കർവാണ് വരിക. പക്ഷേ ആംപ്ലിറ്റ്യൂഡ് രണ്ടുപേർക്കും വ്യത്യാസമുണ്ട്. കാരണം എന്താ? V0 ആയിരിക്കും ഗ്രേറ്റർ വരിക അല്ലേ? V0 എന്ന് പറഞ്ഞാൽ I0 × R ചെയ്താൽ കിട്ടുന്ന സാധനമാണ് അല്ലേ? I0 എന്ന് പറഞ്ഞാൽ V0/R ആണ്. വിച്ച് മീൻസ് I0 കുറവും V0 കൂടുതലാക്കിയിട്ടും വേണം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ആ ഒരു ആംപ്ലിറ്റ്യൂഡ് മാർക്ക് ചെയ്യാൻ. സോ ഇതെങ്ങനെയാണ് നമ്മളുടെ ഗ്രാഫിക്കൽ വേരിയേഷൻ വരിക? ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് കിട്ടാൻ വലിയ പണിയൊന്നുമില്ല. ωt വാല്യൂസിന് എന്താണ് നമ്മൾ 0, π/2, അതേപോലെ തന്നെ എന്താണ് π, അതേപോലെ തന്നെ 3π/2, 2π, ഈ വാല്യൂസ് ഒക്കെ ഇങ്ങനെ പ്ലോട്ട് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു കറസ്പോണ്ടിങ് എന്താണ് കറണ്ടും വോൾട്ടേജും നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? നോക്കിക്കോ, ωt നോക്കിക്കോ, ωt 0 കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം I = I0 sin ωt എന്നറിയാം, V = V0 sin ωt എന്നറിയാം. ωtക്ക് 0 കൊടുക്കുകയാണെങ്കിൽ ഐൻ്റെ വാല്യൂ 0 ആയിരിക്കും, വിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ωtക്ക് π/2 കൊടുക്കുകയാണെങ്കിൽ ഐൻ്റെ വാല്യൂ I0 ആയിരിക്കും, അതേപോലെ തന്നെ വിൻ്റെ വാല്യൂ V0 ആയിരിക്കും. ഇത് കണ്ടോ, 0 പിന്നെ അത് ആ വാല്യൂസ് വരുന്നു, പിന്നെ അങ്ങനെ ഓരോ വാല്യൂസ് വന്നിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഗ്രാഫിനേക്കാൾ കൂടുതൽ ഫേസറാണ് ഇമ്പോർട്ടൻറ്റ്. സോ നോക്കിക്കോ, ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, നമ്മൾ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ എ സിയിൽ കുറേ കാര്യങ്ങൾ കാൽക്കുലേഷനൊക്കെ സിമ്പിൾ ആക്കാൻ വേണ്ടി നമ്മൾ ഇവരൊക്കെ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഫേസർ ഡയഗ്രാം എന്നൊക്കെ പറയുന്നത്. സോ ഈ ഫേസർ ഡയഗ്രത്തിൽ എന്താണ്? ആ ഫേസ് ആംഗിളും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഈ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് അവരുടെ പീക്ക് വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും? ഒരൊറ്റ ഗ്രാഫായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ സ്റ്റഡീസിനൊക്കെ നല്ല എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം I = I0 sin ωt ആണ്, V = V0 sin ωt ആണ്. സോ ഒരു ωt ആംഗിൾ എടുത്തു, ഇനി നമുക്ക് നോക്കിക്കോ, അവിടെ രണ്ട് ലെങ്ത് ആയിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു ലെങ്ത് വരയ്ക്കാം. ആ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിൻ്റെ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതേപോലെ തന്നെ കറണ്ടിൻ്റെ പീക്ക് വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ രണ്ടുപേരും ωt ആംഗിൾ ആയതുകൊണ്ട് നോക്കിക്കോ, രണ്ട് ലൈൻ അവിടെ വരച്ചു. ഓക്കെ, ഒരാളുടെ മേത്ത് കൂടെ തന്നെ ആയിരിക്കും ഒരാൾ അല്ലേ? സോ V0 എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്, അല്ലെങ്കിൽ എന്താ വിൻ്റെ ഈ ഒരു ലെങ്ത് കാണുന്നില്ലേ, ഈ V0 വരച്ചില്ലേ, വിച്ച് മീൻസ് ഇവിടെ നമ്മൾ ഈ വരയ്ക്കുന്ന ലെങ്ത് V0ന് സ്റ്റാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ആ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് തരിക. വിച്ച് മീൻസ് ഇവിടെ അതേപോലെ തന്നെ കറണ്ടിൻ്റെ ഒരു ലൈൻ വരച്ചില്ലേ, അതെന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ പീക്ക് വാല്യൂ ആയിരിക്കും തരിക. ഓക്കെ, സോ പീക്ക് വാല്യൂവിനും ഫേസ് ആംഗിളിനും നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. നോക്കിക്കോ, അപ്പോൾ ഇവർ തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടോ? ഇല്ല, രണ്ടുപേരും ωt ആംഗിളിൽ ഒരേ ലൈനിൽ കിടക്കുക. സോ ഇവരുടെ ഇടയിൽ ഡിഫറൻസ് ഒന്നുമില്ല. സോ ഫേസ് ഡിഫറൻസ് 0 ആണ്. അതേപോലെ തന്നെ നമുക്ക് പറയാം V and I are in phase, രണ്ടുപേരും ഒരേ ഫേസിലാണ് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതാ AC ത്രൂ ഇൻഡക്ടർ അല്ലേ, ഒരു ഇൻഡക്ടറിന് അക്രോസ് AC സോഴ്സ് അപ്ലൈ ചെയ്തു. സോ ഇവിടെ എന്താണ്? ഇവിടുത്തെ അപ്ലൈഡ് വോൾട്ടേജ് V = V0 sin ωt ആണ്, I = I0 sin ωt - π/2 ആണ്. ഓക്കെ, ഇതിൻ്റെ ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. I = I0 sin ωt - π/2 ആണ്. സോ ഇവിടുത്തെ I0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V0 ബൈ, അതായത് പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ബൈ ഇവിടുത്തെ ഒപ്പോസിഷൻ ആണ് ഈ AC കറണ്ടിനെ, അല്ലെങ്കിൽ ഇവിടെ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ആ ഒരു ഒപ്പോസിഷനാണ്. ഇവിടെ ആരോ ഒപ്പോസ് ചെയ്യുന്നത്? റെസിസ്റ്റർ ആണോ? അല്ല, ഇൻഡക്ടർ ആണ് അല്ലേ? അപ്പോൾ ഇൻഡക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഒപ്പോസിഷൻ നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുക. സോ നോക്കിക്കോ, ഇവിടുത്തെ I0 എന്ന് പറഞ്ഞാൽ V0 ബൈ ഇവിടുത്തെ ഒപ്പോസിഷൻ, വിച്ച് മീൻസ് ഇൻഡക്ടർ ഒപ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഓക്കെ, അപ്പോൾ I0 എന്ന് പറഞ്ഞാൽ ഇവിടെ V0 ബൈ XL ആയിരിക്കും. XL വിളിക്കുന്ന പേരെന്താണ്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അങ്ങനെയാണ് XL വേണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് L ω എന്നും അതേപോലെ തന്നെ L × 2πf എന്നും എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നിങ്ങൾ വൃത്തിക്ക് നോക്കുകയാണെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യാണ് ആരെ? വോൾട്ടേജിനെ. സോ നമുക്ക് ഈ ωt വാല്യൂസും VI വാല്യൂസും കൂടെ നമുക്കൊരു ഗ്രാഫ് ആക്കി വരയ്ക്കുകയാണ്, നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നോക്കിക്കോ, ωtക്ക് 0, π/2, π, 3π/2, 2π ഒക്കെ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജിൻ്റെ വാല്യൂസും കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ടിൻ്റെ വാല്യൂസും കിട്ടുകയാണ്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി ഫേസർ ഡയഗ്രാമാണ് നമ്മളോട് കൂടുതൽ ചോദിക്കുക, ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കില്ല. ഗ്രാഫ് വരയ്ക്കാനാണ് ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾ ഇതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ωtക്ക് 0, π/2, π, 3π/2, 2π കൊടുക്കുക.
നമുക്ക് ഇങ്ങനെ ഓരോന്നിൻ്റെ വാല്യൂസ് എടുത്തിട്ട് നമുക്ക് ആ ഗ്രാഫിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഈ ഫേസർ ഡയഗ്രാം നോക്കാം. നോക്കിക്കോടാ, നമുക്കറിയാം V = V0 sin ω t ആണ്, I = I0 sin ω t - π/2 ആണ്. സോ ω t ആംഗിൾ എടുത്ത് ഒരു ലൈന് വരച്ചാൽ നമുക്ക് മനസ്സിലായത് എന്താണ്? V0 അല്ലേ? മീൻസ് അതിൻ്റെ ഒരു ലെങ്ത് ഇത്ര ഒരു കറസ്പോണ്ടിങ് എത്രയോ ലെങ്ത് എടുത്ത് വരച്ചാൽ ആ ലെങ്ത് ആ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് തരും. പിന്നെ ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ω t. സോ V = V0 sin ω t നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി എന്താണ്? I = I0 sin ω t - π/2 റെപ്രസെന്റ് ചെയ്യുന്നത്. സോ I = I0 sin ω t ആണ് ഇവിടെയാണ് വരിക. സോ ഇവിടെ -π/2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തോട്ട് അല്ലേ, +π/2 അതായത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് നമ്മൾ ഈ ആംഗിൾ ഒക്കെ ഇങ്ങനെ എടുത്തു പോകുന്നത്. പക്ഷെ മൈനസ് എന്ന് പറഞ്ഞാൽ താഴത്തോട്ട് എടുക്കുക അല്ലേ. സോ I = I0 sin ω t - π/2. ഇപ്പോൾ ω t ആയിരുന്നു, ഇനി -π/2 പറഞ്ഞാൽ ഇത്ര ഇങ്ങോട്ടേക്ക് പോകും. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരികടാ? ഫേസർ ഡയഗ്രാം വരിക. സോ നിങ്ങൾക്ക് വൃത്തിക്ക് പറയാൻ പറ്റും ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ V ആൻഡ് I എത്രടാ? V × I ൻ്റെ ഇടയിൽ 90 ഡിഗ്രിയാണ് ഫേസ് ഡിഫറൻസ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി, അല്ലെങ്കിൽ കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി അതാ AC ത്രൂ എ കപ്പാസിറ്റർ. കപ്പാസിറ്ററിൻ്റെ AC അല്ലെങ്കിൽ കപ്പാസിറ്ററിന് അക്രോസ് AC കണക്ട് ചെയ്ത് എന്ത് സംഭവിക്കും നോക്കാം. അപ്ലൈഡ് വോൾട്ടേജ് V = V0 sin ω t ആണ്. ഇൻഡക്ടറിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? അവിടെ ജനറേറ്റഡ് കറണ്ട് I = I0 sin ω t - π/2 അല്ലേ. ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് വരും. നോക്കിക്കോ, I = I0 sin ω t + π/2. ഓക്കെ, ω t + π/2. അപ്പം ഇവിടുത്തെ I0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ബൈ ഇവിടെ ആ ഒരു കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ആൾ അല്ലേ. ഇവിടെ ആരാ ഒപ്പോസ് ചെയ്യുന്നത്? കപ്പാസിറ്ററാണ് ഒപ്പോസ് ചെയ്യുന്നത്. കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന ആ ഒരു റെസിസ്റ്റൻസിനാണ് നമ്മൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് വിളിക്കുക. സോ ഇവിടുത്തെ I0 എന്ന് പറഞ്ഞാൽ V0/XC ആയിരിക്കും. ഓക്കെ അല്ലേ? XC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. XCൻ്റെ ഇക്വേഷൻ ആണ് 1/Cω അല്ലെങ്കിൽ 1/C × 2πf. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നോക്കിക്കോ, നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഇതേപോലെ തന്നെ ഗ്രാഫ് ω t വാല്യൂസ് പ്ലോട്ട് ചെയ്യുക, അതേപോലെ തന്നെ VI വാല്യൂസ് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഗ്രാഫ് വരിക. ഇനി ഫേസർ ഡയഗ്രാം നോക്കാം. ഫേസർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ നോക്കിക്കോ, V = V0 sin ω t. സോ ഒരു ω t എടുത്തിട്ട് നമ്മളൊരു ലൈൻ വരച്ചു. സോ ഇതാണ് V0. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ആ ലെങ്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ω t ആംഗിളാണ് കിടക്കുന്നത്. സോ V = V0 sin ω t നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി എന്താണ്? I = I0 sin ω t + π/2. സോ I = I0 sin ω t ആണ് ഇവിടെ, +π/2 പറഞ്ഞാൽ അങ്ങോട്ടേക്ക് അല്ലേ, +π/2 പറഞ്ഞാൽ അങ്ങോട്ടേക്ക്. സോ കറണ്ട് ഇവിടെ വന്നു, വോൾട്ടേജ് ഇവിടെ വന്നു. ഇനി നമുക്ക് പറയാം എന്താണ് പറയാൻ പറ്റുക? ഇവരുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാടാ? 90 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും പറഞ്ഞൂടെ, കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 അല്ലേ. ഇങ്ങോട്ടേക്ക് തിരിയുന്ന വെക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ വോൾട്ടേജിനേക്കാൾ കറണ്ട് 90 ഡിഗ്രി മുന്നിലാണ്, അല്ലെങ്കിൽ വോൾട്ടേജ് കറണ്ടിനേക്കാൾ 90 ഡിഗ്രി പിന്നിലാണ്. നോക്കിക്കോ, കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി, അല്ലെങ്കിൽ വോൾട്ടേജ് ലാഗ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി. ഓക്കെ അല്ലടാ? ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇതാണ് അടുത്ത് നോക്കിക്കോ, നമ്മൾ സീരീസ് LCR സർക്യൂട്ടിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ L സർക്യൂട്ട്, C സർക്യൂട്ട്, R സർക്യൂട്ട് പഠിച്ച് ഇവരെ മൂന്നും കൂടെ നമ്മൾ സീരീസിൽ അറേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ അക്രോസ് ആരെ കൊടുക്കുകയാണ്? ഒരു AC സോഴ്സിന് കൊടുക്കുകയാണ്, ലൈക്ക് ഇതുപോലെ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്കറിയാം സീരീസ് ആണെങ്കിൽ ഇതിലൂടെ മൂന്നിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും അല്ലേ. സീരീസിൽ കറണ്ട് സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാ ഇനി VR, VC, VL എന്നൊക്കെ ഞാൻ എഴുതിയിട്ടില്ലേ, അതൊക്കെ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ, അക്രോസ് കപ്പാസിറ്റർ, അക്രോസ് ഇൻഡക്ടറിനാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിന് ഞാൻ V0R എന്നും V0C എന്നും V0L എന്നൊന്നും എടുക്കുന്നില്ല, VL, VC, VR എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ VR, VC, VL ഒക്കെ എന്താണ്? പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജിനെ സൂചിപ്പിച്ചു. ഓക്കെ, ഇനി ഇതിലൂടെ എല്ലാവരിലൂടെ ഒരേ കറണ്ടാണ് ഒഴുകുന്നത്, I. സോ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് എത്രയാണ്? ആ I ആണ് ഇതിലൂടെ ഒഴുകുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവർ മൂന്നും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ മൂന്ന് പേരും കൂടെ ഒരു നെറ്റ് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ടാവില്ല ഈ കറണ്ടിന്. സോ അതിനെ വിളിക്കാൻ പോണ പേരാണ് ഇമ്പിഡൻസ്. ഓക്കെ, ഇമ്പിഡൻസ് നമ്മൾ Z വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. ഓക്കെ അല്ലേ? സോ നോക്കിക്കോ, കറണ്ട് സെയിം ആയതുകൊണ്ട് തന്നെ കറണ്ടിന് ഞാനൊരു ഡയറക്ഷനിൽ അവിടെ ഫിക്സ് ചെയ്യാണ്. ഓക്കെ, ഇനി ഈ വോൾട്ടേജ് ലീഡ് ചെയ്യുന്നത് ആരൊക്കെ, ലാഗ് ചെയ്യുന്ന ആരൊക്കെ എന്നൊക്കെ അറിയാം അല്ലേ. റെസിസ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും വോൾട്ടേജ്, കാരണം ഇവർ രണ്ടുപേരും ഇൻ ഫേസ് ആണ് നമുക്കറിയാം. സോ ആ പീക്ക് വാല്യൂ ഓഫ് കറണ്ടും പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ഒരേ ലൈനിൽ വന്നു. ഇനി ഇതാ കപ്പാസിറ്റർ എടുക്കുകയാണെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യും അല്ലേ. കറണ്ടിന് ഞാൻ എല്ലാത്തിനും ഒരു ഡയറക്ഷനിൽ ഫിക്സ് ചെയ്തു. ഓക്കെ, ഈ കറണ്ട് ലീഡ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ വോൾട്ടേജിനെ ബാക്കൗട്ട് ആക്കി വരയ്ക്കേണ്ടി വരും അല്ലേ കപ്പാസിറ്ററിൽ. ഇനി ഇതേപോലെ തന്നെ ഇൻഡക്ടർ എടുക്കുകയാണെങ്കിൽ അവിടെ വോൾട്ടേജ് ലീഡ് ആയിരുന്നു, കറണ്ടിന് ഇത് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ വോൾട്ടേജിനെ മീൻസ് ഈ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ എടുക്കേണ്ടി വരും. സോ ഇവരെ മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കടാ? പീക്ക് വാല്യൂ ഓഫ് AC സോഴ്സ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇവിടുത്തെ പീക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ ആ പീക്ക് വാല്യൂ കണ്ടുപിടിക്കാം? നോക്കിക്കോ, നമുക്കിതാ VL നോക്കിക്കോ, ഇതാ ഈ VL, VC, VR ഇതിന് മൂന്നും കൂടെ നമുക്ക് ഇത് അവിടെ കമ്പൈൻ ചെയ്യാം. ആ I നമ്മളിത് അവിടെ ഫിക്സ് ഡയറക്ഷൻ
റിഫ്ലക്ഷൻ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നോക്കിക്കോ. ഇവിടെ വി എൽ ഗ്രേറ്റർ ദാൻ വി സി ആണ് ഞാൻ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡെറിവേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ വി എൽ ഗ്രേറ്റർ ദാൻ വി സി ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുകളിലേക്ക് 5 താഴത്തേക്ക് ഒരു 2 എന്നുള്ള രീതിക്കാണെങ്കിൽ ഇതിൻ്റെ നെറ്റ് റിസൾട്ടൻറ്റ് മുകളിലേക്ക് ഒരു 3 എന്നല്ല വരിക. സോ വി എൽ ഗ്രേറ്റർ ദാൻ വി സി ആണെങ്കിൽ മുകളിലേക്ക് ഒരു വി എൽ മൈനസ് വി സി റിസൾട്ടൻ്റ് ആയിട്ട് വരും. ഓക്കെ, ഈ വി എൽ മൈനസ് വി സിയും വി ആറും ഇവിടെ വരുമ്പം നമുക്ക് ഈ നെറ്റ് റിസൾട്ടൻ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ എന്താണ് ആ പീക്ക് വാല്യൂ ഓഫ് എ സി സോഴ്സ് വോൾട്ടേജ് നമുക്ക് ഇനി കണ്ടുപിടിച്ചൂടെ. ഇവരുടെ രണ്ടുപേരുടെയും റിസൾട്ടൻ്റ് ആയിട്ടല്ലേ വരിക. ഓക്കെ അല്ലേ, ഇവരുടെ രണ്ടുപേരുടെയും റിസൾട്ടൻ്റ് ആയിട്ടാണ് വരിക. ആ റിസൾട്ടൻ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ പൈത്തഗോറസ് തിയറം കണ്ടുപിടിക്കേണ്ട കാര്യമുള്ളൂ. ബേസ് ആയിട്ട് വി ആർ വരും, ഹൈറ്റ് ആയിട്ട് വി എൽ മൈനസ് വി സി വരും. സോ ഈ വി അല്ലെങ്കിൽ പീക്ക് വാല്യൂ ഓഫ് എ സി സോഴ്സ് വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ, റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയർ. സോ ഇവിടുത്തെ പീക്ക് വാല്യൂ ഓഫ് എ സി സോഴ്സ് വോൾട്ടേജ് വരുന്നത് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയർ ആയിട്ടാണ് അല്ലേ. ഇനി ഇതാ ഈ ഫൈ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫേസ് ആംഗിൾ ആണ്, അതും കണ്ടുപിടിക്കാം. ടാൻ ഫൈ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് അല്ലേ. അപ്പോൾ ടാൻ ഫൈ ഇസ് ഈക്വൽ ടു വി എൽ മൈനസ് വി സി ബൈ വി ആർ എന്ന് എഴുതാം. ടാൻ ഫൈ ഇസ് ഈക്വൽ ടു വി എല്ലിനെ നമുക്ക് എന്ത് എഴുതാം? ഐ എക്സ് എൽ എന്നൊക്കെ എഴുതി കൂടായിരുന്നോ? വി എല്ലിനെ നമുക്ക് എന്താണ് ഐ എക്സ് എൽ എന്നൊക്കെ എഴുതാൻ വരുന്നു. വി സിനെ ഐ എക്സ് സി എന്നൊക്കെ എഴുതാൻ പറ്റും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. ഓക്കെ, ഇതാ അങ്ങനെയാണെങ്കിൽ ഇതാ വി എല്ലിന് ഐ എക്സ് എൽ എന്ന് എഴുതി, വി സിന് ഐ എക്സ് സി എന്ന് എഴുതി, വി ആറിന് ഐ ആർ എന്ന് എഴുതി. മുകളിൽ നിന്ന് കറണ്ട് പുറത്തെടുത്തു, താഴെ ഒരു ഐ ഉണ്ട്, അതിനൊക്കെ കൂടെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ എന്ന് വരും. സോ ടാൻ ഫൈ ഇസിക്വൽ ടു എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ, അല്ലെങ്കിൽ ആ ഒരു ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ ആണ് വരിക. ഓക്കെ അല്ലേ, ഇത്രയും കാര്യം ഓർത്ത് വെക്കാം. ഇനി ഇമ്പിഡൻസ് എന്ന് പറഞ്ഞ സംഭവം, ഇമ്പിഡൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ നെറ്റ് റെസിസ്റ്റൻസ് അല്ലേ, ഇവർ മൂന്നും കൂടെ ചേർന്നിട്ടുള്ള ആ നെറ്റ് റെസിസ്റ്റൻസ്. അതിൻ്റെ ഇക്വേഷൻ ആണ് സെഡ് ഇസിക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ആ ഒരു പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജിൻ്റെ അതേ ഒരു ഫോമിൽ തന്നെ അല്ലേ. അവിടെ എന്തായിരുന്നു? വി ഇസിക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ ആയിരുന്നു. അതേപോലെ തന്നെ ഇമ്പിഡൻസ് സെഡ് ഇസിക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ, ഇത് വെച്ചിട്ട് വേണം നമുക്ക് ട്രയാങ്കിൾ പഠിക്കാം. ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്നൊക്കെ പറയാം. നോക്കിക്കോ, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ അല്ലേ. സോ നമുക്ക് അങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, ഹൈപ്പോട്ടന്യൂസും ബേസും ഹൈറ്റും ആയിട്ട് അല്ലേ. ഇതാ ഓക്കെ അല്ലേ. അപ്പോൾ ഇതിനെയാണ് ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്നൊക്കെ നമ്മൾ വിളിക്കുക. ഇമ്പിഡൻസ് ട്രയാങ്കിൾ വെറുതെ പറയുന്നതുള്ളൂ കേട്ടോ. സോ ഫൈ കണ്ടുപിടിക്കാം എങ്ങനെ? ടാൻ ഫൈ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. സോ ഫൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ. സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഇതിനാണ് ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്നൊക്കെ വിളിക്കുക. ഓക്കെ അല്ലേടാ. ഇതാ സീരീസ് സർക്യൂട്ട്സ് ഇനി എപ്പോഴും എൽ സി ആർ വരണമെന്നില്ല, എല്ലും സി ആറും എപ്പോഴും വരണമെന്നില്ല. വേണമെങ്കിൽ അവിടെ ആറും എല്ലും മാത്രമായിട്ട് വരാം, വേണമെങ്കിൽ ആറും സിയും മാത്രമായിട്ട് വരാം, വേണമെങ്കിൽ എല്ലും സിയും മാത്രമായിട്ട് വരാം. അപ്പോഴൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഇല്ലാത്ത ആളെ അങ്ങോട്ട് ഒഴിവാക്കുക, ബാക്കി ഇക്വേഷൻ അതേപോലെ തന്നെ എഴുതുക. ആർ എല്ലിൽ സി ഇല്ല, സോ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ മതി. ആ എക്സ് സി ഇല്ലല്ലോ, സോ അതിനെ അവോയ്ഡ് ചെയ്തോ. സോ ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ മതി. ഇനി ആർ സിയിൽ അതേപോലെ തന്നെ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ ഇല്ല, പിന്നെ ഉള്ള എന്താ എക്സ് സി മാത്രമാണ്. സോ എക്സ് സി സ്ക്വയർ മതി. എക്സ് സി അവിടെ മൈനസ് എക്സ് സി എടുത്താലും പ്ലസ് എക്സ് സി എടുത്താലും കുഴപ്പമില്ല, കാരണം മൈനസ് 2ൻ്റെ ഹോൾ സ്ക്വയർ എടുത്താലും 2 സ്ക്വയർ എടുത്താലും 4 തന്നെ വരും അല്ലേ. സോ സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി സ്ക്വയർ മതി. ഇനി അത് എൽ സി ആണെങ്കിൽ റൂട്ട് ഓഫ് ആർ ഇല്ല, സോ റൂട്ട് ഓഫ് എൽ സി മൈനസ് അല്ലെങ്കിൽ റൂട്ട് ഓഫ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ അതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ അല്ലേ, കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഇനി നോക്കിക്കോ, റെസണൻസ് കണ്ടീഷൻ എന്താണെന്നുള്ളത് ഓർക്കണം. റെസണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട് ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുക, അതേപോലെ തന്നെ മിനിമം ഇമ്പിഡൻസ് ആവുക, അതിനാണ് റെസണൻസ് കണ്ടീഷൻ എന്ന് വിളിക്കുക. നോക്കിക്കോ, റെസണൻസ് കണ്ടീഷൻ ഉണ്ടാവണമെങ്കിൽ ഇമ്പിഡൻസ് ഷുഡ് ബി മിനിമം, ഇമ്പിഡൻസ് മിനിമം ആണ്, ആൻഡ് കറണ്ട് ഷുഡ് ബി മാക്സിമം. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് റെസണൻസ് കണ്ടീഷൻ. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ആകണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റെസണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എക്സ് എൽ ഇസ് ഈക്വൽ ടു എന്താടാ, അല്ലെങ്കിൽ എന്താ എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ നമ്മൾ പറയുക ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആവുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മൾ റെസണൻസ് കണ്ടീഷൻ എന്നൊക്കെ വിളിക്കുക. നോക്കുക, അറ്റ് റെസണൻസ് കണ്ടീഷൻ എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി ആയിരിക്കും. ഓക്കെ അല്ലേ, പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെയാണ് ഇവിടുത്തെ ഇമ്പിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ഇമ്പിഡൻസ് മിനിമം ആണെന്ന് പറഞ്ഞില്ല, അതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും വരിക? സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ അല്ലേ. എക്സ് എല്ലും എക്സിയും സെയിം ആയിരിക്കും, രണ്ടിൻ്റെ വാല്യൂ ഒന്നായിരിക്കും. സോ 1 മൈനസ് 1 സ്ക്വയർ, ആ ബ്രാക്കറ്റ് ഒട്ടാകെ പോയില്ലേ. സോ സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ എന്ന് വരും. സോ സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ അല്ലെങ്കിൽ സെഡ് ഇസ് ഈക്വൽ ടു ആർ എന്ന് വരും. ഓക്കെ, സോ അറ്റ് റെസണൻസ് കണ്ടീഷൻ ഇമ്പിഡൻസിൻ്റെ വാല്യൂ എന്ത് മാത്രമായിരിക്കും? റെസിസ്റ്റൻസിൻ്റെ ആ വാല്യൂ മാത്രമായിട്ട് വരും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് റെസണൻസ് കണ്ടീഷൻ. ഈ റെസണൻസ് കണ്ടീഷനിലുള്ള ആംഗുലാർ റെസണൻസ് ഫ്രീക്വൻസി കാണാൻ ചോദിക്കാം, അല്ലെങ്കിൽ സാധാരണ നാച്ചുറലി വരുന്ന ആ ഫ്രീക്വൻസിയും വേണമെങ്കിൽ ചോദിക്കാം. സോ അതെങ്ങനെ കണ്ടുപിടിക്കാം നോക്കിക്കോ. എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി ആണ്. സോ എക്സ് എൽ എന്ന് പറഞ്ഞാൽ എൽ ഒമേഗയാണ്, എക്സ് സി എന്ന് പറഞ്ഞാൽ 1/c ഒമേഗയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒമേഗനെ രണ്ടും ഒരു സൈഡിൽ എടുത്താൽ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/LC എന്ന് എഴുതാം, ഒമേഗ ഇസ് ഈക്വൽ ടു 1/√LC എന്ന് എഴുതാം. ഇതാണ് ആംഗുലാർ റെസണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമ്മളോട് സാധാരണ ഫ്രീക്വൻസി ചോദിക്കാം, എഫ് ചോദിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf അല്ലേ. സോ എഫ് ഇസ് ഈക്വൽ ടു 1/2π√LC എന്നും വരാം. ഓക്കെ അല്ലേ, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക.
ഇതാ ആവറേജ് പവർ ഇൻ LCR സീരീസ് സർക്യൂട്ട് അല്ലെങ്കിൽ ആവറേജ് പവർ ഇൻ LCR സർക്യൂട്ടിൻ്റെ ഒക്കെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചോ. എന്താണ്? P = VRMS × IRMS × cos φ ആയിരുന്നു അല്ലേ. P = VRMS IRMS cos φ ആയിരുന്നു. cos φ വിളിക്കുന്ന പേരാണ് പവർ ഫാക്ടർ. cos φ വിളിക്കുന്ന പേരാണ് പവർ ഫാക്ടർ. പ്രശ്നമല്ലോ, ഈ φ എന്നൊക്കെ പറഞ്ഞാൽ ആ ഫേസ് ആംഗിൾ ആയിരുന്നു കേട്ടോ. cos φ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പവർ ഫാക്ടർ. ഓക്കെ അല്ലേ? അപ്പം എന്താണ് പവർ ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ VRMS × IRMS × cos φ ആണ്. ഓക്കെ, ഇനി നമുക്കിതാ ആ പവർ ഫാക്ടറിൻ്റെ വാല്യൂ വേണമെങ്കിൽ വേറെ രീതിയിൽ കാണാം. കാരണം നമ്മൾ തൊട്ട് മുന്നേ ഇമ്പിഡൻസ് ട്രയാങ്കിൾ പഠിച്ചതാണ്. സോ ഇതാ ഇങ്ങനെയായിരുന്നു ട്രയാങ്കിൾ വരുന്നത്. R ഉണ്ട്, XL - XC ഉണ്ട്, R ഉണ്ട്, Z ഉണ്ട്. സോ ഈ φ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതാ cos φ അല്ല നമ്മളെ പവർ ഫാക്ടർ വരുന്നത്. സോ cos φ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ cos φ = അഡ്ജസൻറ്റ് R / ഹൈപ്പോട്ടന്യൂസ് Z. സോ cos φ = R/Z അല്ലെങ്കിൽ R/Z-ൻ്റെ വാല്യൂ എന്താ? √R² + XL - XC². ഇതിനെയാണ് നമ്മൾ പവർ ഫാക്ടർ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതാ പ്യുവർ R സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ആവറേജ് പവർ എത്രയാണെന്ന് വേണേൽ ചോദിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ അല്ലേ. എന്താണ് പവർ കാണണമെങ്കിൽ VRMS × IRMS × cos φ ആണ് വേണ്ടത്. അവിടെ φ എത്രയായിരിക്കും? നമ്മളുടെ പ്യുവർ R സർക്യൂട്ട് ആണെങ്കിൽ അവിടെ ഫേസ് ആംഗിൾ എത്രയാണ് അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 0 വരുന്നത് അല്ലേ. സോ P ആവറേജ് പറഞ്ഞാൽ VRMS × IRMS × cos 0. cos 0 പറഞ്ഞാൽ എത്രയാണ്? 1. സോ പവർ ആവറേജ് പവർ ഇൻ R സർക്യൂട്ട് പറഞ്ഞാൽ VRMS × IRMS ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോ, ഇൻ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് അല്ലെങ്കിൽ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട്, ഓക്കെ, അതായത് പ്യുവർ L സർക്യൂട്ടോ പ്യുവർ C സർക്യൂട്ടോ എടുക്കുകയാണെങ്കിൽ പവർ 0 ആയിരിക്കും. കാരണം എന്താ? അവിടുത്തെ ഫൈൻ്റെ വാല്യൂ 90 ആണ് അല്ലേ. രണ്ടുപേർക്കും അവിടെ ഫേസ് ഡിഫറൻസ് വരുന്നത് അല്ലെങ്കിൽ എന്താണ് ആ ഫേസിൽ വരുന്ന ഡിഫറൻസ് 90 ആണ്. സോ നമുക്ക് ആ ഒരു cos 90 എന്നുള്ള ടേം വരുന്നതുകൊണ്ട് തന്നെ ഒട്ടാകെ വരുന്ന പവർ ആവറേജ് പവർ എത്ര ആയിക്കും? 0 ആയി പോകും. ഓർത്ത് വെക്കുക കേട്ടോ. സോ ഇവൻ മാത്രമേ പവർ ഉണ്ടാക്കുന്നുള്ളൂ. ആര്? പ്യുവർ R സർക്യൂട്ട് മാത്രം. ഇവിടെ പവർ ആവറേജ് പവർ എത്രയായിരിക്കും? 0 ആയിരിക്കും. കഴിഞ്ഞോടാ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈസാണ്, ഒരു ഡിവൈസാണ്. എന്തിനാടാ? AC വോൾട്ടേജ് കൂട്ടാനും AC വോൾട്ടേജ് കുറയ്ക്കാനും പറ്റുന്ന ഡിവൈസാണ് അല്ലേ. AC വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ വരുന്നത്. ഓക്കെ, ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ടാവും. അവിടെ ഇങ്ങനെ ഇതേപോലെ തന്നെ വയേഴ്സ് വൗണ്ട് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാ ജസ്റ്റ് പ്രിൻസിപ്പൾ വർക്ക്സ് ഓൺ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കിക്കോ. വെൻ ആൻ അപ്രോപ്രിയേറ്റ് ഇൻപുട്ട് വോൾട്ടേജ് ഇസ് അപ്ലൈഡ് ടു ദ പ്രൈമറി ഓഫ് ദ കോയിൽ, നോക്കിക്കോ, ഹെവി മാഗ്നറ്റിക് ഫ്ലക്സ് ഇവിടെ ജനറേറ്റ് ചെയ്യും. അതെന്ത് ചെയ്യും? സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്യും. നോക്കിക്കോ, ഹെവി മാഗ്നറ്റിക് ഫ്ലക്സ് ജനറേറ്റഡ് അറൌണ്ട് ഇറ്റ് വിച്ച് വിൽ ലിങ്ക് വിത്ത് ദ സെക്കൻഡറി കോയിൽ ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ. EMF ഇസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി കോയിൽ. രണ്ടാമത്തെ ആ കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ആ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ ആ നമ്പർ ഓഫ് ടേൺസ്, അവിടെയുള്ള നമ്പർ ഓഫ് ടേൺസിനാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഇത്രയാണ് വർക്കിങ്ങിൽ പറയാനുള്ളത്. സോ നിങ്ങളിവിടെ ഓർത്ത് വെക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കാൻ നോക്കിക്കോ. ഇതാണ് നമ്മളുടെ സോഫ്റ്റ് അയൺ കോർ. ഇതാ ഇവിടെയാണ് നമ്മളുടെ വൈൻഡിങ്സ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെയുള്ള നമ്പർ ഓഫ് ടേൺസ് ഇത് പ്രൈമറി സൈഡാണ്. സോ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറിനെ NP എന്ന് സൂചിപ്പിക്കുകയാണ്. വോൾട്ടേജ് ഇൻ ദ പ്രൈമറിനെ VP എന്ന് സൂചിപ്പിക്കുകയാണ്. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ IP എന്ന് സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസിനെ NS എന്ന് സൂചിപ്പിക്കുന്നു. ഇവിടുത്തെ വോൾട്ടേജിനെ സെക്കൻഡറി വോൾട്ടേജ് VS എന്ന് സൂചിപ്പിക്കുന്നു. ഇവിടുത്തെ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ IS എന്ന് സൂചിപ്പിക്കുന്നു. സോ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇതാണ്. ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. VS/VP = NS/NP = IP/IS. ഇത് വെച്ചിട്ട് എന്ത് വരടാ? പ്രോബ്ലംസ് വരാം. ഓക്കെ, ഇത് ഓർത്ത് വെക്കണം. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് വരാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കോ. ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ആണെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കാം. വിച്ച് മീൻസ് ഇത് AC വോൾട്ടേജ് കൂട്ടും. ഓക്കെ, AC വോൾട്ടേജ് കൂട്ടാൻ ഉപയോഗിക്കുന്നത്. NS > NP ആണ് സ്റ്റെപ്പ് അപ്പ് എന്ന് വിളിക്കാം. NS < NP ആണെങ്കിൽ നമുക്ക് അതിനെ സ്റ്റെപ്പ് ഡൗൺ എന്ന് വിളിക്കാം. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നും വിളിക്കാം. ഓക്കെ, കഴിഞ്ഞടാ. ഇനി ഇതാ ജസ്റ്റ് എനർജി ലോസ് ഇൻ ദ ട്രാൻസ്ഫോമർ ഏതൊക്കെ ടൈപ്പിലും ചോദിക്കാം. ഓക്കെ, സോ കോപ്പർ ലോസ് വരാം. എങ്ങനെ കോപ്പർ ലോസ് എന്നൊന്നും പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഇവിടെ എങ്ങനെ കോയിൽ ചുറ്റിയതാണ്, ഇവിടെയും കോയിൽ ചുറ്റിയതാണ്. സോ കോയിലിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ? റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഹീറ്റ് ഉണ്ടാവും. സോ ഹീറ്റ് എന്ന് പറഞ്ഞ ഫോമിൽ എനർജി ലോസ് ആവും. അതിനാണ് കോപ്പർ ലോസ് എന്ന് വിളിക്കുക. ഓക്കെ, ജസ്റ്റ് ഇത് മാത്രമേ ചോദിക്കുള്ളൂ. ഈ പേരുകൾ മാത്രമേ ചോദിക്കുള്ളൂ. എക്സ്പ്ലനേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇനി അതേപോലെ തന്നെ ഫ്ലക്സ് ലീക്കേജ്, അതായത് ഇവിടെയുള്ള മൊത്തം ഫ്ലക്സും ഇവിടേക്ക് എത്തിക്കൊള്ളുന്നില്ല. സോ അവിടെ ഫ്ലക്സ് ലീക്കേജ് ഉണ്ടാവും. സോ അതിനാണ്, അല്ലെങ്കിൽ അങ്ങനെ എനർജി ലോസ് ആവുന്നതിനാണ് നമ്മൾ ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയാം. ഇനി ഇതാണ് എഡ്ഡി കറണ്ട് ലോസ് നോക്കാം. ഒന്നുമില്ല, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്. സോ അവിടെ എന്താ ഇതേപോലത്തെ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ എനർജി ലോസ് ആവുന്നതിനാണ് എഡ്ഡി കറണ്ട് ലോസ് എന്ന് വിളിക്കുക. ഇതേപോലെ തന്നെ ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് മാഗ്നറ്റൈസേഷൻ ഡീമാഗ്നറ്റൈസേഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ അവിടെ ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറഞ്ഞിട്ട് എനർജി ലോസ് ഉണ്ടാവുന്നുണ്ട്. ജസ്റ്റ് ഈ പേരുകൾ മാത്രം ഒന്ന് എന്ത് ചെയ്താൽ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എല്ലാവരും നല്ല രീതിക്ക് പഠിക്കാം. നല്ല മാർക്കിന് എക്സാമിന് സ്കോർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.